നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിവരാത്രി ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഔദ്യോഗിക വാഹനം എത്താത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ മടങ്ങിപ്പോകുന്ന കാഴ്ച ഒരു സംഭവമുണ്ടായി. സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്നതടക്കമുള്ള ചർച്ചകളിലേക്ക് ഈ ഒരു സംഭവം വഴിമാറ്റിയിരിക്കുകയാണ്. ശിവരാത്രി മഹാപരിക്രമ യാത്രക്കിടയിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപമായിരുന്നു സുരേഷ് ഗോപിയുടെ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. യാത്രയിൽ പങ്കെടുത്ത്, അതായത് മഹാപരിക്രമ യാത്രയിൽ പങ്കെടുത്ത് വേഗത്തിൽ മടങ്ങാൻ എത്തിയതായിരുന്നു സുരേഷ് ഗോപി. പക്ഷേ അദ്ദേഹം വിചാരിച്ച സമയത്ത് ഔദ്യോഗിക വാഹനം എത്തിയില്ല. ഇതിന്റെ അമർഷമാണ് അദ്ദേഹം തീർത്തത് എന്ന വിലയിരുത്തലുകളുണ്ട്. ഉടൻ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് മന്ത്രി സുരേഷ് ഗോപി ഓട്ടോ കൈകാട്ടി വിളിച്ച് ആ ഓട്ടോയിൽ കയറി. ഒപ്പം അദ്ദേഹം ആ ഓട്ടോയിൽ കയറിയതിന് തൊട്ടു പിന്നാലെ ഗൺമാൻ ഈ ഡ്രൈവറുടെ സീറ്റിലേക്ക് കയറിയിരിക്കുകയും ചെയ്തു. അങ്ങനെ ഫ്രണ്ട് സീറ്റിൽ 2 പേരായിട്ട് യാത്രയായിരുന്നു. മാത്രമല്ല ഈ ഒരു ഓട്ടോയിൽ കയറി രാമനിലയത്തിലേക്കാണ് സുരേഷ് ഗോപി മടങ്ങിയത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഓട്ടോയിൽ കയറിയതിന് പിന്നാലെ ഗൺമാൻ വേഗത്തിൽ ഓട്ടോ ഡ്രൈവർക്കൊപ്പം വാഹനത്തിന് മുന്നിൽ കയറുകയായിരുന്നു. മറ്റൊരു BJP നേതാവും സുരേഷ് ഗോപിക്കൊപ്പം ഓട്ടോയിൽ കയറി. ഓട്ടോ പുറപ്പെട്ട് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കേന്ദ്രമന്ത്രിയുടെ ഔദ്യോഗിക വാഹനം അവിടെ എത്തി. മാത്രമല്ല വാഹനം വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിനോട് മറ്റൊരാൾ ഓടി വന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഉടൻ തന്നെ ഓട്ടോയിൽ കയറി രാമനിലയത്തിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. സംഭവത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്, അപ്പോൾ ഇത്തരത്തിലൊരു ഓട്ടോയിൽ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, അത് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നതടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച നടക്കുകയാണ്. സ്വരാജ് റൗണ്ട് മുതൽ രാമനിലയം വരെയാണ് കേന്ദ്രമന്ത്രി ഓട്ടോറിക്ഷ സവാരി നടത്തിയത്. ഗൺമാൻ ഓട്ടോ ഡ്രൈവർക്കൊപ്പം മുന്നിൽ കയറിയതിൽ MVDയുടെ പിഴയ്ക്കുൾപ്പെടെ സാധ്യതയുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ഓട്ടോയിലെ മുൻവശത്ത് ഡ്രൈവർ മാത്രമേ ഇരിക്കാവൂ, മറ്റൊരാൾ അതിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ പാടില്ല. പക്ഷേ ഗൺമാൻ കേന്ദ്രമന്ത്രി ഓട്ടോയിൽ കയറി തൊട്ട് പിന്നാലെ ഗൺമാൻ ഡ്രൈവറുടെ സീറ്റിൽ കയറുകയായിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു പിഴയോ അത്തരത്തിൽ നടപടിയോ ഉണ്ടാകുമോ എന്നതും ചോദ്യം തന്നെയാണ്. അതേസമയം വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപമായിരുന്നു ഔദ്യോഗിക വാഹനം പാർക്ക് ചെയ്തിരുന്നത്. യാത്രയിൽ പങ്കെടുത്ത് വേഗത്തിൽ മടങ്ങാൻ നിന്ന സുരേഷ് ഗോപിക്കരികിലേക്ക് വിചാരിച്ച സമയത്ത് വാഹനം എത്താത്തതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല, നേരത്തെയും സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഔദ്യോഗിക വാഹനം കാണാത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്നു അദ്ദേഹം. നേരത്തെയും ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹരിപ്പാട് മണ്ണാറശാല ക്ഷേത്രത്തിലെ പുരസ്കാരദാന ചടങ്ങിനെത്തിയതായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുഖ്യാതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തതിന് സേവാഭാരതിയുടെ സ്റ്റാളും ഉദ്ഘാടനം ചെയ്ത് തിരികെ പോകാൻ അദ്ദേഹം എത്തി. അപ്പോൾ വാഹനം പാർക്ക് ചെയ്തിടത്തേക്ക് സുരേഷ് ഗോപി എത്തിയപ്പോൾ അവിടെ വാഹനം കണ്ടില്ല. എന്നാൽ ഈ സമയത്ത് പാർക്ക് ചെയ്തിടത്ത് വാഹനം കാണാനില്ലാത്തതിനെ തുടർന്ന് അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിനെ കുറച്ചു നേരം അന്വേഷിച്ചു. പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനെക്കുറിച്ചുള്ള അറിവില്ല. അത് തൻ്റെ അടുത്തേക്ക് സമയത്തിന് എത്തിയതുമില്ല. ഇതേ തുടർന്ന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വരുത്തില്ല, അതിൽ അദ്ദേഹം യാത്ര ചെയ്തു. നേരത്തെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടെ പോലീസുകാർ ഔദ്യോഗിക വാഹനം കണ്ടെത്തി സുരേഷ് ഗോപി സഞ്ചരിച്ച ഓട്ടോറിക്ഷയ്ക്ക് പിന്നാലെ എത്തുകയായിരുന്നു. ഇതോടെ സുരേഷ് ഗോപി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഔദ്യോഗിക വാഹനത്തിൽ കയറി കുമരകത്തേക്ക് പോയി. ആദ്യം പാർക്ക് ചെയ്തെടുത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വാഹനം മാറ്റിയിട്ടതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത്. സംഭവിച്ചത് വലിയ സുരക്ഷാ വീഴ്ചയാണ് എന്ന ആരോപണവുമായി BJP രംഗത്ത് വന്നിരുന്നു. എന്തായാലും പരിപാടിയോട് അനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും വലിയ തിരക്കുണ്ടായിരുന്നു. ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വാഹനം മാറ്റിയിട്ടതാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയതെന്ന വാദവും ഉയരുന്നുണ്ട്. മാത്രമല്ല സമാനമായൊരു അനുഭവം നടൻ സുരാജ് വെഞ്ഞാറമൂട് നേരത്തെ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചപ്പോൾ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പണ്ടൊരിക്കൽ സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞ ഒരു മറുപടി അതും ഏറെ ശ്രദ്ധേയമാണ്. ഈ സംഭവത്തിനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്: താൻ നാട്ടിൽ പോകുമ്പോൾ ഓട്ടോയിൽ പോകാറുണ്ട്. കൂട്ടുകാർക്ക് ഓട്ടോ ഉണ്ട്. ഒരിക്കൽ ഞാൻ സുരേഷ് ഗോപി ചേട്ടനൊപ്പം ഓട്ടോയിൽ പോയൊരു അനുഭവമുണ്ട്. കൊച്ചിയുടെ ഹൈലസ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയമാണ്. സുരേഷ് ചേട്ടൻ വൈറ്റ് ഫോർട്ടിലേക്ക് പോകാൻ ചേട്ടൻ്റെ വാഹനം കാത്തു നിൽക്കുകയാണ്. ഞാനും ഒപ്പമുണ്ട്. ചേട്ടൻ്റെ കാറ് വരാൻ 10 മിനിറ്റോളം വൈകി. ആ ദേഷ്യത്തിൽ കാറിൽ കയറാതെ അപ്പുറത്തേക്ക് മാറി ഓട്ടോയ്ക്ക് കൈ കാണിച്ച് തന്നെയും കൂട്ടിൽ അതി കയറി പോവുകയായിരുന്നു. നീ വരുന്നോ എന്നൊരു ചോദ്യം മാത്രമേ സുരേഷ് ഗോപി തന്നോട് ചോദിച്ചുള്ളൂ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അങ്ങനെ ഫോർട്ട് കൊച്ചി മുതൽ വൈറ്റില വരെ ഞങ്ങൾ ഓട്ടോയിൽ പോയി. അദ്ദേഹത്തിന് അർജന്റായി എത്തണം, സമയം പാലിക്കണം. അതിനാണ് അദ്ദേഹം വേറൊന്നും നോക്കാതെ ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അതിൽ കയറി ലക്ഷ്യസ്ഥാനത്തേക്ക് പോയത്. അതൊരു രസകരമായ സംഭവമായിരുന്നു. അദ്ദേഹം ദേഷ്യപ്പെട്ട് ഓട്ടോയിൽ പോകുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ വാഹനം ഓട്ടോയെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നുവെന്നും സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞു.
സമാനമായ സംഭവം തന്നെയാണ് നേരത്തെ രണ്ടിടത്തും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം അതിന് മുന്നേ ഉണ്ടായ സംഭവത്തിൽ അദ്ദേഹം ഈ ഒരു ഓട്ടോയിൽ കയറി പോകുന്നു, പിന്നാലെ വാഹനം പിറകെ എത്തുന്നു, അദ്ദേഹത്തെ കയറ്റി പോകുന്നു. ഇന്നുണ്ടായ സംഭവത്തിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഹനം അടുത്തെത്താറായി, പക്ഷേ അദ്ദേഹത്തിന് കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വേഗം തന്നെ വാഹനം കാണാത്തതിൻ്റെ പരിഭവത്തിൽ ഓട്ടോയിൽ കയറി വേഗം രാമനിലയത്തിലേക്ക് പോവുകയായിരുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സമയത്തിന് വാഹനം എത്തിയില്ല എങ്കിൽ ഓട്ടോയിൽ കയറി പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവാണ് എന്ന് നമുക്ക് ഓരോ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. സമാനമായ സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. വികസന കാര്യങ്ങളിൽ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് NK പ്രേമചന്ദ്രൻ MPയെ അരസംഖ്യയെന്നും മുക്കാൽ സംഖ്യയെന്നും വിളിക്കേണ്ടതില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയപരമായി ശക്തമായ എതിർപ്പുണ്ടെങ്കിലും രാജ്യത്തിന്റെ വികസന കാര്യത്തിൽ സർക്കാരിനൊപ്പം ഒന്നിച്ചു നിൽക്കുന്ന MPമാരാണ് NK പ്രേമചന്ദ്രനും ശശി തരൂരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. രാജ്യം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അപൂർവം രാഷ്ട്രീയക്കാരാണ് ഇരുവരുമെന്നും സുരേഷ് ഗോപി കൊല്ലം ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. റെയിൽവേ അടിസ്ഥാന വികസനത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് കൊല്ലമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റം പ്രധാനമന്ത്രിയുടെ അനുമതിയോടെയാണ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻപ് പല സർക്കാരുകളും മന്ത്രിമാരും മാറി മാറി ഭരിച്ചിട്ടും മുൻപ് മുടങ്ങിപ്പോയ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ നരേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. രാജ്യസഭാ MP ആയിരുന്ന കാലത്ത് ഫ്ലൈ ഓവറുകൾക്കും അണ്ടർപാസുകൾക്കും വേണ്ടി താനും വാദിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ എയിംസ് വരണമെന്ന് 2016 മുതലുള്ള തന്റെ നിലപാടാണ്. അവിടെ സ്ഥലം തന്നില്ലെങ്കിൽ തൃശ്ശൂരിൽ വരും. താൻ പ്രധാനമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ അല്ല. അടുത്ത സർക്കാർ സ്ഥലം എടുത്തു നൽകട്ടെ. ഇപ്പോൾ സജ്ജമായാൽ 2027 2028 എയിംസ് വരും. അതിന് അനുയോജ്യമായ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ സാധിക്കുന്ന 4 സ്ഥലങ്ങളെങ്കിലും നിർദ്ദേശിക്കണം. അല്ലാതെ എയിംസിന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നാൽ എയിംസ് വരുമോ എന്നും കേന്ദ്ര സഹമന്ത്രിയുടെ ചോദ്യം. അഹമ്മദ് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ആവിഷ്കരിച്ച ഗുരുവായൂർ തിരൂർ പാത പിന്നീട് മുന്നോട്ട് പോയില്ല. ഈ പദ്ധതി മോദി സർക്കാർ പുനരുജ്ജീവിപ്പിക്കാൻ പോവുകയാണ്. തൃശ്ശൂരിൽ ഫോറൻസിക് ലാബ് സ്ഥാപിക്കാൻ വേണ്ടി 7 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്ത് പാട്ടത്തിന് 30 വർഷത്തേക്ക് 7 ഏക്കർ ഭൂമി നൽകാമെന്നാണ് അറിയിച്ചത്. അടുത്തതായി തൃശ്ശൂരിൽ ഫോറൻസിക് സർവകലാശാല സ്ഥാപിക്കാൻ 25 ഏക്കർ ഭൂമി അമിത്ഷാ ആവശ്യപ്പെടാൻ പോവുകയാണ്. അത് നൽകാൻ തയ്യാറാകുമോ എന്ന് നോക്കട്ടെ എന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.